ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അത് ഒരു കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അളവിൽ ഒരു കപ്പ് പാല്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ച് വയ്ക്കാം. റവയും പാലും കൊണ്ട് നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പാലൊക്കെ ഒഴിച്ച് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടിട്ടുണ്ട്. നമുക്കിന്ന് പയ്യൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് രണ്ടും കൂടി കൂട്ടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഞാനൊരു 150 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സോസ് പാനിൽ നമുക്ക് ശർക്കര ഇടാം. എന്നിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ പാനിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം കൂടി പോകരുത്. 1/4 കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് വറ്റിക്കേണ്ടി വരും. അങ്ങനെ നമുക്കിതൊരു പാനിയാക്കി എടുക്കാം. ഇത് കണ്ടോ, എന്നിട്ട് നമ്മുടെ പാനിയെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്, പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ശർക്കര ഉരുക്കാൻ, വേറൊന്നിനുമല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടാനോ കുറയാനോ പാടില്ല. 1/4 കപ്പ് വെള്ളം തന്നെ നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ ബാറ്ററി ശരിയായി വരത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് നല്ലൊരു അരിച്ചെടുക്കാം. നമുക്ക് അങ്ങനെ ഇവിടെ 10 മിനിറ്റൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ 10 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ റോബസ്റ്റ പഴമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഒഴിച്ച് വേറെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്റർ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി 1/4 കപ്പ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി അങ്ങ് യോജിപ്പിക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 3-4 ഏലക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏലക്ക പൊടി ഇടുന്നവർക്ക് ഇടാം. അങ്ങനെയാണെങ്കിൽ പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണോളം നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഏലക്ക മുഴുവത്തോടെയാണ് ഇടുന്നതെങ്കിൽ ഒരു 3-4 ഏലക്ക എടുക്കാം. ഞാനിവിടെ 4 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം കൂടി കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല തിക്കായിട്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ബാറ്ററി ഇങ്ങനെ ആയിരിക്കണം ആവേണ്ടത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി നീണ്ടു പോകരുത്, കാരണം പഴത്തിൻ്റെയൊക്കെ ആ ഒരു വെള്ളം നമുക്ക് ഇറങ്ങി കിട്ടും. അതുകൊണ്ടിട്ടാണ്. അത് മാത്രമല്ല, ഒരു കപ്പ് പാലിലാണ് നമ്മൾ റവ കുതിർക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടും നമുക്ക് ഒത്തിരി വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് ആ കറക്റ്റ് ഒരു പരുവം കിട്ടില്ല. ഇത് തന്നെ ഇത്രയും പരുവത്തിലായിരിക്കണം. ഒരു ദോശ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി പോലെ ആയിരിക്കണം. അങ്ങനെ നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് മിശ്രിതം ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണിങ്ങനെ. ഞാൻ നേരത്തെ 1 ടീസ്പൂൺ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കാഷ്യൂനട്ട് വറുത്താൻ 1 ടീസ്പൂൺ നെയ്യിൽ ഞാനത് ഇതിനകത്തോട്ട് ഇടുവാണ്. ഇപ്പോൾ കാഷ്യൂനട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് നമുക്ക് തേങ്ങാക്കൊത്ത് ഇതേപോലെ തന്നെ നെയ്യിൽ വറുത്തിട്ട് ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. ലേശം ഉപ്പും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. അങ്ങനെ ഞാനിവിടെ അടുപ്പത്തൊരു കടായൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഇതുപോലെ തന്നെ നന്നായിട്ട് ചൂടായി വരണം. ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ലോയിലിട്ടിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് അങ്ങോട്ട് കോഴി ഒഴിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു തവിയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, കുഴിയുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു ബാറ്റർ സിമ്മിലിട്ടേച്ചും ഈ ഒരു എണ്ണയിലോട്ട് നമ്മളങ്ങ് കോരി ഒഴിക്കാൻ പോവുകയാണ്.
കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിമ്മിലിട്ടിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു അപ്പം നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് അകം പുറം പോലെ തന്നെ അകം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ എൻ്റെ ഈ ഒരു പലഹാരം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുത്ത് ചെയ്യാവുന്നതാണ്. സിമ്മിൽ മാത്രം ഇടുക. സിമ്മ് ഫുള്ളിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളു ശരിക്കും വേവത്തില്ല. അതുകൊണ്ടിട്ടാണ്. അങ്ങനെ നമുക്ക് അടുത്ത ബാറ്ററും ഇതുപോലെ തന്നെ കോരി ഒഴിക്കാം. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ് റവ കൊണ്ടും പാൽ കൊണ്ടും പഴം കൊണ്ടും ഒക്കെ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പമാണ്. നമ്മൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സും കൂടിയാണ്, ഈവനിങ് സ്നാക്സ്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നൊരു അപ്പം കൂടിയാണിത്. ഇനി നമുക്കിതിലോട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ, മറക്കരുത്. കാരണം ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ സോഫ്റ്റാണ്, നല്ലപോലെ വെന്തിട്ടുണ്ട് ഉള്ളിലോട്ടൊക്കെ നല്ലതുപോലെ. എപ്പോഴും സിമ്മിലിട്ട് തിരിച്ചു മറിച്ച് വേണം ഇതിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.